സുസ്വാഗതം പ്രിയ പ്രേക്ഷകരെ. മാതൃഭൂമി വേക്കപ്പ് കേരളയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമയം 9:17. സഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. നമ്മൾ മറ്റു വാർത്തകൾ അതിനിടയ്ക്ക് പരിശോധിക്കുകയാണ്. എറണാകുളം പാരിയത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കലിൽ ഇടപെട്ട സംസ്ഥാന സർക്കാർ പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെയും VP സജീന്ദ്രൻ MLAയെയും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നീക്കം. അനന്തകൃഷ്ണൻ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അനന്തൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇടപെട്ടിരിക്കുകയാണ്. മന്ത്രിമാരോട് MLAമാരോട് സംസാരിക്കാനായി, അതിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി ഒക്കെ ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോടതിയോട് സാവകാശം ചോദിക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ നീക്കം? ഗുഡ് മോർണിംഗ് മോത്തി. ഈ മലയിടം തുരുത്ത് പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സമാധാനപരമായ ഒരു തീർപ്പ് കാണാനാണ് ശ്രമിക്കുന്നത്. ഇന്നലെ രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ പോലീസ് ആക്ഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് DGPയോട് ആവശ്യപ്പെടുകയും ആഭ്യന്തര സെക്രട്ടറിയോട് അത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് നൽകാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ മുനിസിഫ് കോടതിയുടെ മറ്റൊരു ഉത്തരവ് കൂടി വന്നു. കർശനമായി ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കണം, അതിനുശേഷം റിപ്പോർട്ട് നൽകണം എന്ന് പോലീസിനോട് നിർദ്ദേശിക്കുന്ന ഒരു ഉത്തരവും വന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെയും സ്ഥലം MLA VP സജീന്ദ്രനെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. അതിൽ സംസ്ഥാന പോലീസ് മേധാവിയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വാസ് സിൻഹയും അതുപോലെ തന്നെ പോലീസിന്റെ ഉപദേഷ്ടാവായി ചുമതലയേറ്റ മുൻ DGP A ഹേമചന്ദ്രനും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ കോടതിയുടെ നിർദ്ദേശത്തോട് അനുസരിച്ച് മാത്രമാണ് ഇതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാവകാശം നേടാൻ, പോലീസ് ആക്ഷന് വേണ്ടി സാവകാശം തേടാൻ കോടതിയിൽ പോകാനാണ് ഈ ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ ഈ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ സാവകാശം തേടും. അതിനിടയിൽ സർക്കാർ തലത്തിലുള്ള മറ്റു ചർച്ചകൾ പ്രദേശവാസികളുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകും. അവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഈ കേസിൽ എന്ത് നടപടി സർക്കാരിന് സ്വീകരിക്കാൻ പറ്റും എന്നത് സംബന്ധിച്ചുള്ള ആലോചിക്കാനുള്ള ഒരു സാവകാശം നേടുകയാണ്. അതേസമയം രമേശ് ചെന്നിത്തല മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്നലെ മുതൽ, കഴിഞ്ഞ പോലീസ് ആക്ഷന്റെ ദിവസം മുതൽ ഇടതുമുന്നണി നേതാക്കൾ ഇടപെട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതിരുന്ന ഇടതുമുന്നണി ഇപ്പോൾ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇടപെടുകയാണ്, രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം കൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയാണ്. മോത്തി.